നമസ്കാരം. കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ഹൈ ഡിമാൻഡുള്ള ട്രെയിനിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ഒട്ടുമിക്ക വണ്ടികളും LHB കോച്ചിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ LHB ആകാത്ത വണ്ടികളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വണ്ടി കൂടിയാണിത്. പോകുന്ന ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിൽ എല്ലാ ദിവസവും വൈകുന്നേരം 3:50 MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് ആണ്. ഈ ട്രെയിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ നിന്നും പഴനി പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിൻ കൂടിയാണിത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒലവക്കോടിലാണ്. പാലക്കാട് ടൗൺ ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുക. സ്റ്റേഷന്റെ മുൻഭാഗത്ത് തന്നെ ഒരു പഴയ ലോക്കോമോട്ടീവ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് നേരെ കാണുന്ന ഈ ഭാഗത്താണ് പാലക്കാട് ജംഗ്ഷൻ. ഇപ്പൊ സമയം 2 മണി ആയതേ ഉള്ളൂ. പാലക്കാട് ജംഗ്ഷന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. മുകളിലായി മലമ്പുഴ ഡാമിന്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. നമ്മുടെ വണ്ടി പുറപ്പെടുക 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ നമുക്ക് പോകാനുള്ള വണ്ടിയുണ്ട്. ഹീറോഡിന്റെ WP4 ആണ് ലോക്കോമോട്ടീവ്. മുന്നിൽ തന്നെ ഇതാ ഒരു നെയിം ബോർഡ് പാലക്കാട് എക്സ്പ്രസ്. പാലക്കാട് നിന്ന് ചെന്നൈയിലേക്ക് പോകുമ്പോൾ ട്രെയിൻ നമ്പർ 22-652 ആണ് കേട്ടോ. പാലക്കാട് ഭാഗത്തുനിന്ന് കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള ലൈനാണ് ഇത്. അങ്ങ് പുറകിലായി വലിയ മലനിരകളൊക്കെ കാണാം. ട്രെയിനിന്റെ ഏറ്റവും പുറകിലാണ് ഒരു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി കോച്ചൊക്കെ ഉള്ളത്. മുന്നിലും ഒന്നുണ്ടായിരുന്നു, പുറകിലും ഒരു നെയിം ബോർഡൊക്കെ കാണാം. പാലക്കാട് എക്സ്പ്രസ്. ആ നേരത്തെ അവിടെ കണ്ട അതേ ബോർഡ് തന്നെയാണ് ഇവിടെയും. ഇതിന്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 4 അൺറിസർവ്ഡ് കോച്ചുകളാണ് ആകെയുള്ളത്. 2 എണ്ണം മുന്നിലും 2 എണ്ണം പുറകിലും. 10 സ്ലീപ്പർ ക്ലാസ്, 2 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. ഇതൊക്കെ 2017 മേഡ് കോച്ച് തന്നെയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണ്. S10 ആണ്. ഇത് സെക്കൻഡ് AC A2 കോച്ചാണ്. 2006 മേഡ് കോച്ചാണ്. ഇത് A1 കോച്ച്. ഇതും 2006 മേഡ് കോച്ചാണ്. അതായത് 20 വർഷം പഴക്കമുള്ള കോച്ചാണ്. ഈ നിർമ്മിച്ച വർഷം എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ആദ്യം എഴുതിയ 2 അക്കമില്ലേ, അതാണ് നിർമ്മിച്ച വർഷത്തിനെ സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ ഇവിടെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നേ. ഈ LHB എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന കോച്ചില്ലേ, ഇതാണ് LHB. 2 ആഴ്ചകൾക്ക് മുന്നേ LHBയിലേക്ക് മാറിയൊരു ട്രെയിനാണിത്. പാലക്കാട് തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസ്. ഇവിടെ മലയാളത്തിൽ എഴുതിയൊരു ബോർഡ് കണ്ടോ, തൂത്തുക്കുടി എന്ന് എഴുതിയത് തു എഴുതിയിട്ട് തു ആക്കി. അവിടെ ഇത്തയാണ് വേണ്ടത്. അതുപോലെ തന്നെ പാലക്കാട് പാല കഴിഞ്ഞിട്ട് ഇക്കയാണ് വേണ്ടത്. അവിടെ കെ ആക്കി. അതായത് ഒരു തമിഴ് ട്രാൻസ്ലേറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ മലയാളം എഴുതിയിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഇതിനുള്ള മാറ്റം എന്ന് പറയുന്നത് ഇതിനിപ്പോൾ എക്സ്ട്രാ ഒരു തേർഡ് AC കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇതിന് റിസർവേഷൻ കോച്ചുകളായിട്ട് ആകെ 4 സ്ലീപ്പർ ക്ലാസ്സുകളും 1 തേർഡ് AC ആണിട്ടുള്ളത്. ഈ തേർഡ് AC 2025 മേഡാണ്. 3:10 നമ്മൾ യാത്ര ചെയ്യുന്ന സ്ലീപ്പറിൽ S10 കോച്ച് ഇതാണ്. ഇത് നിർമ്മിച്ചത് 2006-ലാണ്. അതായത് 20 വർഷം പഴക്കമുള്ള കോച്ചിലാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അതിൻ്റെ മുന്നിലുള്ളത് പിന്നെ അൺറിസർവ്ഡ്. അത് ഓൾറെഡി തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എത്ര മണിക്ക് തുറക്കും നോക്കാം. 43-46 നമ്മുടെ ബെർത്ത്. 3:20 ആകുമ്പോഴാണ് കോച്ച് ഓപ്പൺ ആയത്. ലേറ്റൊക്കെ വന്നിട്ടാ. പിന്നെ നമ്മുടെ ബെർത്ത് ഉള്ളത് ഒന്നിതാണ്. 2 അപ്പർ ബെർത്താണ് എടുത്തത്. പിന്നെ ഇവിടെ തന്നെ ഒരു മിററുണ്ട്. പഴയ കാലത്തെ ആ ഒരു മോഡലിൽ തന്നെയാണ് ആ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത്. ലൈറ്റിൻ്റെ ആ ഒരു തിങ്ങിനാണ് കേട്ടോ. താഴോട്ട് ആക്കിയത് ഓണായി. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് കാണാം. ഇതൊരു ഹൈ ഡിമാൻഡ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 1.5 മാസം മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇവിടെ പാലക്കാട് നിന്ന് MGR ചെന്നൈ സെൻട്രൽ വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 425 രൂപയാണ്. പാലക്കാട് നിന്നും വലിയ തിരക്കില്ല. ഈ ട്രെയിനിൽ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് പൊള്ളാച്ചി മുതലാണ്. നമ്മുടെ പാസഞ്ചേഴ്സ് ഒക്കെ കയറുന്നത് പഴനി മുതലാണ്. ചാർട്ട് നോക്കിയപ്പോൾ അങ്ങനെയാ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനൊക്കെ LHBയിലേക്ക് വരേണ്ട സമയമെന്ന് പറയാം. ഇപ്പോഴും ICF ഉൾകൃഷിയിൽ ഓടുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ വിരൽ എണ്ണാൻ പറ്റുന്ന ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന പാലക്കാട് ചെന്നൈ വണ്ടി, പിന്നെ വരുന്നത് കൊല്ലത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന അനന്തപുരി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മംഗളൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ഒരു വണ്ടിയുണ്ട്, പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ നമ്മുടെ മറ്റേ ഗുരുവായൂർ ചെന്നൈ. ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് ഈ ഒരു 4 വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ അത്രയും ഡിമാൻഡ്. ഈ മറ്റേ അനന്തപുരിൻ്റെ ഒന്നും കാര്യം പറയുമ്പോൾ ടിക്കറ്റ് ഒന്നും പ്രതീക്ഷിക്കുക. ഞങ്ങൾ 2-3 തവണ നോക്കിയാണ്, എപ്പോഴും വെയിറ്റ് ലിസ്റ്റാണ്. അങ്ങനെ പാലക്കാട് നിന്ന് കറക്റ്റ് 3:50 തന്നെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് പാലക്കാട് ടൗൺ. നമ്മളിനി നേരെ പാലക്കാട് ടൗൺ പൊള്ളാച്ചി ലൈനിലേക്ക് കയറുകയാണ്.
ഇത് നേരെ ഒറ്റപ്പാലം ഭാഗത്തേക്കുള്ള ലൈൻ. നമ്മൾ പോകുന്നത് സിംഗിൾ ലൈനാണ്. ഈ പാലക്കാട് നിന്ന് സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അകത്തൊരു കാഴ്ച കേട്ടാ. ആൾക്കാരും തന്നെ ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെ അകത്ത്. പിന്നെ ഇവിടെ ഈ ഒരു സ്ലീപ്പറും ജനറലും തമ്മിൽ ഇങ്ങനൊരു സിസ്റ്റം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആൾക്കാർ ഇതിൻ്റെ അകത്തോടെ വരില്ല. പിന്നെ ഇപ്പോൾ ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് ഇല്ലേ, അത് നമ്മളുടെ വീഡിയോ ഒക്കെ കാണുന്നൊരു ചേട്ടനാണ്, സാറാണ് ഇപ്പോൾ ഡിണ്ടിഗല്ല് വരെ ഓടിക്കുന്നത്. ഡിണ്ടിഗല്ലിൽ നിന്ന് ലോക്കോ റിവേഴ്സിൽ ചെയ്താൽ ഈ ലോക്കോ തന്നെ ആണോ എന്ന് നമുക്ക് നോക്കാം. അങ്ങ് വലിയൊരു മലനിരയില്ലേ, അത് നമുക്കിവിടുന്ന് കാണാം. 4 മണി ട്രെയിൻ ഇപ്പോൾ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ നിന്ന് അൺറിസേർവ്ഡിലേക്കൊക്കെ കയറാൻ കുറച്ച് ആൾക്കാരുണ്ട്. വലിയ തിരക്കില്ല. ഇവിടെ പുതിയ പിറ്റ് ലൈനിൻ്റെ പണികളൊക്കെ അവിടെ നടക്കുന്നത് കാണാം. നവീകരണമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേഷനിൽ. ഇവിടെ തന്നെയാണ് രാവിലെയുള്ള പാലക്കാട് ടൗൺ തിരുച്ചിറപ്പള്ളി പാസഞ്ചറൊക്കെ. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷനായത്. നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങിയാൽ, അതായത് ഒലവക്കോടിൽ ട്രെയിൻ ഇറങ്ങിയാൽ ഫോർട്ടൊക്കെ കാണണമെങ്കിൽ നേരെ ടൗണിലേക്ക് വരണം. അതൊക്കെ ഉള്ളത് ഇവിടെയാണ്. അതായത് നമ്മുടെ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് മെയിൻ സിറ്റി വരുന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് അങ്ങനെ ട്രെയിൻ എടുത്തു. സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ തന്നെ കല്യാൺ സിൽക്സ് ഒക്കെ കാണാം. മെയിൻ ടൗണൊക്കെ ഇതാ ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരു കോച്ച് ഉണ്ടല്ലോ. ഇത് മിക്കവാറും ഒരു റെയിൽ കോച്ച് റെസ്റ്റോറൻ്റ് ആക്കാനുള്ള പരിപാടിയാണോ? ഇനി അടുത്ത സ്റ്റോപ്പ് കൊല്ലങ്കോട്. പാലക്കാടൻ ഗ്രാമീണ ഭംഗി. നെൽപ്പാടാണിത്. അതിൻ്റെ ഇടയിലായി തെങ്ങുകളെയും കാണാം. എംജിആറിന്റെ തറവാട് വീടൊക്കെ ഉള്ളത് ഇവിടെയാണ്, വടക്കണ്ണിപുരം. അത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ വീട്.
അവിടെ കണ്ടോ, അത് വലിയൊരു മലയാണ്. അതായത് നമ്മുടെ കൊല്ലംകോടില്ലേ, കൊല്ലംകോടിൻ്റെ ആ ഒരു ഭാഗമാണിത്. ആ ട്രെയിനും ആ ഒരു മലയുടെ ഫ്രെയിമും കണ്ടോ, എന്ത് ഭംഗിയല്ലേ. ഇവിടെയൊക്കെ നെൽകൃഷിയാണ്. ശരിക്കും പാലക്കാട് ഒരു ബ്യൂട്ടിയുടെ ഒരു കലവറ തന്നെ. 4:26 ട്രെയിൻ ഇപ്പോൾ കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. കേരളത്തിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പ് കൊല്ലംകോടാണ്. ഈ കൊല്ലംകോടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കിടിലൻ സ്ഥലമാണ്. ശരിക്കും ഇവിടെ മഴക്കാലത്ത് തന്നെയാണ് വരേണ്ടത്. ഞങ്ങൾ ഇതുവരെ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പുറത്തേക്കൊന്നും പോയിട്ടില്ല. എന്തായാലും ഒരു തവണ തീർച്ചയായിട്ടും ഇവിടത്തേക്കായിട്ട് തന്നെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ MGRൻ്റെ വീടൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്താണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ലേ, ആ സ്ഥലത്തിൻ്റെ പറഞ്ഞ പേര് വടവന്നൂർ എന്നാണ്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വഴി നോക്കിയ സമയത്താണ് അവിടെ കണ്ടത്. പിന്നെ ഈ കൊല്ലംകോടിൽ തന്നെ ഒരുപാട് സിനിമ ലൊക്കേഷനുകളൊക്കെ ഉണ്ട്. അടുത്തൊരു സ്റ്റേഷൻ ഉണ്ട് അവിടെ, ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. മുതലമട, നമ്മുടെ വെട്ടം സിനിമയില്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെ നിന്നാണ്. കൊല്ലംകോടിലാകെ 2 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഈ സ്റ്റേഷൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നല്ല കാഴ്ചകൾ തന്നെയാണ്. കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ഈ ഇടത് ഭാഗത്താണ് ഉണ്ടായത്. വലത് ഭാഗത്തിരിക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു മലനിരകളൊക്കെ കാണിച്ചില്ലേ, അവിടുത്തെ നല്ല വെള്ളച്ചാട്ടങ്ങളെയൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. ജസ്റ്റ് മിസ്സായതാണ്. ട്രെയിൻ ഇപ്പോൾ പൊള്ളാച്ചി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇത് പോത്തന്നൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. 4:55 ട്രെയിൻ ഇപ്പോൾ ഇതാ പൊള്ളാച്ചി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്നാണ് ഈ ട്രെയിനിൽ നല്ല തിരക്ക് വരുന്നത്. കൂടുതലും അൺറിസർവ്ഡിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ കയറാനുള്ള തിരക്ക് നോക്കൂ. പൊള്ളാച്ചിയിൽ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. ചെറുതായി ഇപ്പം മഴയുണ്ട്. സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ്. ഇത് അങ്ങ് മുന്നിലായി ഒരുപാട് വിൻഡ് മിൽസ്. തമിഴ്നാട്ടിലെത്തിയപ്പോഴത്തേക്കും കാലാവസ്ഥ മൊത്തത്തിൽ മാറി. ഇവിടെ ഇപ്പോൾ വെയിലാണ്, പക്ഷെ തണുപ്പുണ്ട് ഇവിടെ. ഇത് അങ്ങ് അത് കറങ്ങുന്നില്ല, ബാക്കി ഇതൊക്കെ കറങ്ങുന്നുണ്ട്. ഈ ഭാഗത്ത് മാത്രമല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട്. 2 ഭാഗത്തും ഉണ്ട് വിൻഡ് മിൽസും. അതുപോലെ തന്നെ ആ പുറകിലായി വലിയ മലനിരയും. പിന്നെ ഇവിടെ കാണുന്നത് തെങ്ങുകളാണ്. ചെറിയ തെങ്ങുകൾ, ഉയരമില്ല കേട്ടോ. ഇതുകൊണ്ടതാ ഇതിൻ്റെ ഭാഗത്ത് വീടൊക്കെ ഉണ്ട്. അവിടെ ഒരു വീടൊക്കെ കാണാം.
ചിലതൊന്നും കറങ്ങുന്നേ ഇല്ല. നമ്മൾ തമിഴ്നാട്ടിലൂടെ തന്നെ ട്രെയിനിൽ പോകുമ്പോൾ കുറേയേറെ സ്ഥലത്ത് ഇങ്ങനെ വിൻഡ് മിൽസൊക്കെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് തിരുനെൽവേലി സൈഡിൽ വാഞ്ചി മണിയാഞ്ചി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ രൽവായ് മൊഴിയിൽ നമ്മുടെ നാഗർകോവിലിൻ്റെ ഭാഗത്തുള്ള സ്റ്റേഷൻ, അവിടെ ഇതേപോലെയുള്ള നല്ല മനോഹരമായ കാഴ്ചയൊക്കെ കാണാൻ പറ്റും. പശുക്കളെയൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്, നല്ല രസമാണ്. തെങ്ങുകളുടെ ഇടയിലാണ് അവിടെ വീടുകളൊക്കെ. പിന്നെ ഇതിലൂടെ തന്നെ ഒരു റോഡും ഉണ്ട്. അഞ്ചേ 30 ട്രെയിൻ ഇപ്പോൾ പുതുമലൈപ്പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ ഇനിയിപ്പോൾ അമൃത എക്സ്പ്രസ് ഒക്കെ വരാനുണ്ട്. അമൃതയ്ക്ക് ശേഷം തിരുച്ചെന്തൂർ, പാലക്കാട്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ചെന്നൈ സൂപ്പർ ഫാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ട്രെയിൻ റേക്ക് ഷെയറിംഗ് ഒന്നുമില്ല. കേരളത്തിൽ നിന്ന് പഴനിയിലേക്കുള്ള നല്ല ട്രെയിനാണെന്ന് പറഞ്ഞില്ലേ. പാലക്കാട് നിന്നാണ് നിങ്ങൾ ഈ ട്രെയിനിൽ കയറുന്നുണ്ടെങ്കിൽ പഴനിയിലേക്ക് അൺറിസർവ്ഡിൽ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 80 രൂപയും സ്ലീപ്പർ ക്ലാസ്സിൽ 150 രൂപയാണ് ആവുക. ഇത് ഇവിടെ നിന്ന് തന്നെ പറയാൻ കാരണം അടുത്ത സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുക. എന്തായാലും നല്ല തിരക്കായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ ട്രെയിനിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നല്ല തിരക്കായി. അപ്പം നമ്മുടെ ഈ ഡിണ്ടിഗല്, പഴനി, പൊള്ളാച്ചി, പാലക്കാട് സെക്ഷനൊക്കെ വ്യത്യസ്തമായ സമയങ്ങളാണ്, ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പറയുന്ന മീറ്റർ ഗേജിൽ നിന്ന് ബ്രോഡ് ഗേജിലേക്ക് വന്നത്. അപ്പോൾ ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടി തുടങ്ങിയത് 2013. അന്ന് ചെന്നൈയിൽ നിന്ന് പഴനി വരെയാണ് സർവീസ് ഉണ്ടായത്. പിന്നീട് 2015 ഒക്ടോബറിൽ പഴനിയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. 2017 പാലക്കാടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. നടന്നു പോകാനുള്ള ആ ഒരു സ്റ്റെപ്പ് വരെ നമുക്ക് കാണാം. ട്രെയിനിൽ പോകുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാനായി സാധിക്കുക. അതിൻ്റെയും പുറകിൽ വലിയ മലനിര. പിന്നെ ഈ ഭാഗത്ത് കൂടുതലും വേസ്റ്റുകളാണ്. പഴനി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. 5:59 ട്രെയിൻ ഇതാ പഴനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പഴനി മല കൂടെ ഇവിടുന്ന് കാണാം. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് ഈ ട്രെയിനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്നത്. അൺറിസർവ്ഡിൽ തന്നെ ആയിരിക്കും കൂടുതലും കയറുക ഇവിടെ നിന്ന്. നവീൻ പഴനിമലയുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുക. എനിക്ക് കിട്ടൂല, അത് കഴിഞ്ഞു പോയി, അത് കഴിഞ്ഞു. പഴനിയിൽ 3 മിനിറ്റാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ സമയത്ത് ഇവിടെ ട്രെയിൻ എത്തിയത് കൊണ്ട് തന്നെ സുഖമായിട്ട് പോയിട്ട് റൂമൊക്കെ എടുക്കാം. ഒന്നെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് പഴനിമലയിലേക്ക് പോവാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ രാവിലെ ആയാലും പോയാൽ കുഴപ്പമില്ല. പിന്നെ ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറ്റിക്കപ്പെടാൻ വേണ്ടി പാടില്ല കേട്ടോ. കാരണം കുറേ പേര് അതിൻ്റെ പുറകെ തന്നെ ഉണ്ട്. ഞങ്ങൾ തന്നെ ഒരു തവണ പോയിട്ട് പെട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ അമൃത എക്സ്പ്രസ് വരും. 6:05 അങ്ങനെ പഴനിയിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. പഴനിയിൽ നിന്ന് തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈയിലേക്കുള്ള ഏക വണ്ടിയാണിത്. അമൃത എക്സ്പ്രസ് ഇവിടെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ആറ് 37 ട്രെയിൻ ഇപ്പോൾ ഒടൻചത്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് സിംഗിൾ ലൈൻ ആണല്ലോ, ഒരു ക്രോസിംഗ് ആണ്. തിരുച്ചെന്തൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന എക്സ്പ്രസ് ഇപ്പം ഇവിടെ എത്തും. ഉച്ചയ്ക്ക് തിരുച്ചെന്തൂരിൽ നിന്ന് പുറപ്പെട്ട വണ്ടിയാണിത്. ഞങ്ങൾ ഈ ട്രെയിനിൽ പാലക്കാട് നിന്ന് തിരുച്ചെന്തൂർ വരെ യാത്ര പോയിട്ടുണ്ട്. രാവിലെ കയറി ഉച്ചയ്ക്ക് എത്തി. 7:12 ട്രെയിൻ
ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് 4 ലൈനുകളാണ് കേട്ടോ പോകുന്നത്. ഒന്നിപ്പോൾ നമ്മൾ വന്ന പഴനി ലൈൻ, ഇനിയിപ്പോൾ പോകുന്ന കരൂർ ലൈൻ, മറ്റൊന്നുള്ളത് തിരുച്ചിറപ്പള്ളി, പിന്നെന്നുള്ളത് മധുരൈ. രാത്രി കഴിക്കാനുള്ള ഭക്ഷണം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. എന്നിട്ട് ഇവിടുന്ന് ലോക്കോ റിവേഴ്സലൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റേഷനിൽ തന്നെ ഫുഡ് പ്ലാസ ഉണ്ട്. അവിടെ നിന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിച്ചു. പഴനി കഴിഞ്ഞ ഉടനെ തന്നെ ഈ ട്രെയിനിലും രാത്രിക്കുള്ള ഫുഡിൻ്റെ ഓർഡറൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. ചപ്പാത്തി, പൂരി, ദോശ, ഇഡലി അതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇവിടെ ഡിണ്ടിഗൽ എത്തിയിട്ട് വാങ്ങാമെന്ന് കരുതി. ഞങ്ങൾ വാങ്ങിച്ചത് ഇഡ്ഡലിയാണേ. ഇതിൻ്റെ കൂടെ തന്നെ സാമ്പാറുണ്ട്, ചട്നിയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പൊറോട്ടയും കറിയും. ഇതൊരു വെജ് കുറുമയാണ് ഉണ്ടാവുക. ഇവിടെ പിന്നെ നോൺ വെജ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ട്രെയിൻ ഇപ്പോൾ കരൂരിലേക്ക് എത്തുകയാണ്. ഇത് അമരാവതി നദിയാണ്, അതിലൂടെയാണ് റോഡ്. അതിൽ നിന്ന് വെള്ളമൊന്നുമില്ല. 8:33 കരൂർ ജംഗ്ഷൻ. അൺറിസർവ്ഡിൽ കയറാൻ തിരക്കുണ്ട് ഇവിടുന്ന്. கனிவான கவனத்திற்கு வண்டி எண் 2265 பால்காட் டாக்டர் எம்ஜிஆர் சென்னை சென்ட்ரல் சூப்பர் ஃபாஸ்ட் எக்ஸ்பிரஸ் வயா சேலம் ஜோலார்பேட்டை காட்பாடி அரக்கோணம் நடைமேடை 1 வந்து சேர்ந்து விட்டது. ഇവിടെ പാൽഗാഡ് എന്നാണ് അനൗൺസ്മെന്റിൽ പറയുന്നത്. 9:20 ട്രെയിൻ ഇപ്പോൾ നാമക്കൽ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടുന്ന് വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രം. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. 10:20 ട്രെയിൻ ഇതാ സേലം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. സാധാരണ പാലക്കാട് നിന്ന് ഇവിടുന്ന് ട്രെയിനൊക്കെ കോയമ്പത്തൂർ, ഈറോഡ് അങ്ങനെയാണല്ലോ വരാറ്. ഇതിപ്പോൾ കുറച്ച് വളഞ്ഞാണ് വരുന്നത്. ഇത് 5ാം നമ്പർ പ്ലാറ്റ്ഫോമാണേ. ജനറലിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാണേ. ഇവിടെ 5 മിനിറ്റാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇതൊരു തിരക്കേറിയ സ്റ്റേഷൻ തന്നെയാണ്. 10:30 സേലത്ത് നിന്ന് അങ്ങനെ വണ്ടി എടുത്തു. ഇനി ഈ ട്രെയിൻ പോകുന്ന റൂട്ട് ജോലാർപേട്ടൈ, കാട്ട്പാടി, അറക്കോണം വഴിയാണേ. നാളെ വെളുപ്പിനൊരു 3 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറങ്ങിയെഴുന്നേക്കാം. ഇനി 11:30, 12:30, 1:30, 2:30, 3:30 ഇല്ല. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ കിടന്നുറങ്ങാനുള്ളൂ. ഞങ്ങൾ ട്രെയിൻ യാത്രയിൽ കൂടുതലും അധികമൊന്നും ഉറങ്ങാറില്ല. പിന്നെയും സമയമൊക്കെ ഒത്തുവരികയാണെങ്കിൽ മാത്രമാണ് ഒരു 6 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാറുള്ളത്. ബാക്കിയൊക്കെ 4 മണിക്കൂർ, 4.5 മണിക്കൂർ, 5 മണിക്കൂർ അത്രയേ ഉള്ളൂ. അപ്പം ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് മോർണിംഗ്. രാവിലെ 3:31 ട്രെയിൻ ഇപ്പോൾ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറേ പേര് ഇവിടെ ഇറങ്ങി. ഞങ്ങൾ 3 മണിക്ക് തന്നെ എഴുന്നേറ്റു. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ, MGR ചെന്നൈ സെൻട്രൽ. രാവിലെ ഈ സമയത്ത് തന്നെ ചെന്നൈ ആക്റ്റീവാണ്. ഇവിടെ രാവിലെ ചെറിയ തോതിൽ തണുപ്പൊക്കെ ഉണ്ട്. രാത്രിക്കും തണുപ്പുണ്ടായിരുന്നു. പാലക്കാട് നിന്നും 672 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. 3:45 വണ്ടി ഇവിടെ എത്തേണ്ടത്. 3:50 എത്തിയത്. ഇനിയിപ്പോൾ ഇത് ഇന്ന് രാത്രി 9:30 തിരിച്ച് പോവുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വളരെ കുറച്ച് ട്രെയിനുകൾക്ക് കൂടെയല്ലേ ഉള്ളൂ LHP കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മുടെ എറണാകുളം കാരയ്ക്കൽ ടീ ഗാർഡൻ എക്സ്പ്രസ് ഉണ്ട്, രാമേശ്വരം അമൃതയുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട വണ്ടികൾ നമ്മുടെ കേരളത്തിൽ തന്നെ മാവേലി, മലബാർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉടനെ തന്നെ LHP ആവട്ടെ. അപ്പോൾ പാലക്കാട് ചെന്നൈ എക്സ്പ്രസ് റോഡിൽ നമ്മൾ ഇവിടെ പറഞ്ഞു പോവുകയാണ്. ഇനി ഇതൊക്കെ ഉടനെ തന്നെ LHP ആവും. ട്രെയിൻ വന്നത് 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. രാവിലെ തന്നെയുള്ള MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെ കാഴ്ചയാണ്. സ്റ്റേഷൻ ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നിലവിലിപ്പോൾ സ്റ്റേഷൻ്റെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇതിലൂടെ കുറേ ഓട്ടോകളും, പിന്നെ അങ്ങ് അവിടെയാണ്
ചെറിയൊരു ബസ് സ്റ്റോപ്പൊക്കെ വരുന്നത്. രാവിലെ തന്നെ ഇവിടുന്ന് ബസ് സർവീസും ഉണ്ട്. ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്ത് തന്നെ ഫ്രഷൊക്കെ ആയിട്ടാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ചെന്നൈയിൽ ഞങ്ങൾക്ക് അധിക സമയമൊന്നുമില്ല, അടുത്ത യാത്ര ഉടനെ തന്നെയുണ്ട്. ബംഗാളിലേക്ക് പോകുന്ന കൊറമാണ്ടൽ എക്സ്പ്രസിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ് ഇനിയുള്ള യാത്ര. സ്ലീപ്പർ ക്ലാസ് ആയതുകൊണ്ട് തന്നെ യാത്രകൾക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഒരു റഷ് വണ്ടിയാണത്. ആ വണ്ടീൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ റേക്ഷറിംഗ് ആയിട്ട് വരുന്ന വണ്ടി ഹൗറയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള മെയിലാണ്. രാവിലെ 3 മണിക്കാണ് വണ്ടി ഇവിടെ എത്തേണ്ടത്. ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. 1.5 മണിക്കൂറാണ് വണ്ടി ഡിലേ. 4:30 ആകുമ്പം വണ്ടി ഇവിടെ എത്തും. ഇവിടുത്തെ കറണ്ട് പോയാൽ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഈ കൊറമാണ്ടൽ എക്സ്പ്രസ് റീഷെഡ്യൂൾ ചെയ്യുമെന്ന് അറിയത്തില്ല. കാരണം കുറച്ച് ടൈം ഉള്ളത് കൊണ്ട് മിക്കവാറും ചെയ്യില്ലാൻ തോന്നല്ലേ. അത് 7 മണിക്കാണ് പുറപ്പെടേണ്ടത്. 2-3 ദിവസം മുന്നേ എന്താ പറയാ 9 മണിക്കൊക്കെയാണ് പുറപ്പെട്ടത്. കാരണം എത്താൻ ലേറ്റ് ആയതുകൊണ്ട്. പക്ഷെ 4:30 ആയതുകൊണ്ട് 2 മണിക്കൂറും കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ പുറപ്പെടാറൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ റീഷെഡ്യൂൾ ഒന്നും ചെയ്യാതിരിക്കട്ടെ. അപ്പം കൊറമാണ്ടൽ എക്സ്പ്രസിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീട്ടിൽ കാണാം. അപ്പോൾ ഈ ഒരു പാലക്കാട് എക്സ്പ്രസിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.